ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ടൂർ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ഒരു വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു റൂം ടൂർ ചെയ്യുമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ഒരാളുണ്ട് കേട്ടോ, ധൻഷു ബേബി ഇതിനുള്ളിലുണ്ട്. ഞാനും അവനും കൂടെ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് ഉണ്ടായത്. അപ്പോൾ തോന്നി ഒരു വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ നമ്മളെ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഡ്ത്തിനേക്കാളും ലെങ്ത്താണ് കേട്ടോ കൂടുതൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലെങ്ത് ആയിട്ടുള്ള ബെഡ്റൂം. ഞാനിപ്പം ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീളത്തിലുള്ള ബെഡ്റൂം പരമാവധി ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡും ഞാനും സെയിം പ്രൊഫഷനാണ്, സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ അതാണ് കേട്ടോ പറഞ്ഞത്. പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പരമാവധി ലെങ്ത്തിലുള്ള ബെഡ്റൂം ഞാൻ ഡിസൈൻ ചെയ്യാൻ നോക്കാറുണ്ടെന്ന്. രണ്ട് ടൈപ്പും ചെയ്യാറുണ്ട്, എങ്കിലും ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് കേട്ടോ പറഞ്ഞു വന്നത്. നമ്മുടെ ബെഡ്റൂം ഒരു സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒന്നാമത് ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ എൻ്റെയും ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു നല്ലൊരു വീട് വെക്കുക എന്നുള്ളത്. അത് ദൈവം സഹായിച്ച് എപ്പം നടക്കുന്നൊന്നും അറിയത്തില്ല. ധൻഷു കുട്ടൻ എന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ബെഡിൻ്റെ മേലൊക്കെ കയറി ഭയങ്കര അലമ്പ് കളിക്കുന്നുണ്ട്. അവൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ആ സ്വിച്ച് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഡ്രോവർ ഉണ്ട്. ഇതിൽ നമ്മൾ എന്തൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ് വെക്കാറുള്ളത്. ഇതുപോലെ ഈ വിൻഡോസ് ഞാൻ എപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. എപ്പോഴും എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല, മിക്ക ദിവസങ്ങളിലും മറന്നു പോകും. എങ്കിലും റൂമിൻ്റെ ഉള്ളിലേക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടി അധികം ഞാൻ ചെയ്യാറുണ്ട്. ഈ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്, അത് ടോയ്ലറ്റാണ്. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു മിറർ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ചാനലുണ്ട് കേട്ടോ. അത് ഹസ്ബൻഡിൻ്റെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ അവിടെ കണ്ട ആ വയലിൻ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കിതുപോലെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ റൂമിൽ വെക്കാനാണ് ഇഷ്ടം. ധൻഷു ബേബി ഫുൾ അലമ്പ് തന്നെ അവിടുന്ന്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വയലിൻ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. കാർഡ്ബോർഡ് കുപ്പിയൊക്കെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് കേട്ടോ. അത് ഓർഡർ വന്നതാണ്, കൊടുക്കാൻ വെച്ചതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അവിടെ കൊണ്ടുവച്ചു എന്നേ ഉള്ളൂ. അതൊരു ഓർഡർ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് സാധനം. നമ്മുടെ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പ്ലാന് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ധൻഷു ബേബി ഇപ്പോൾ ചെയ്യുന്നതുണ്ട്. ഞാനവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ വയലിൻ്റെ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ആൾ കൊണ്ടുവന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. ഞാനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക, ആളതെടുത്ത് പൊട്ടിക്കുക. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ പരിപാടി. ധൻഷു അമ്മ കൊണ്ടോ തരുമോ? അമ്മേൻ്റെ അല്ലേ അത്? നോക്കട്ടെ, കൊണ്ടുവാ എന്നാ ഇപ്പൊ പറഞ്ഞേ നീ. വാവേ ഇപ്പൊ എന്നാടാ പറഞ്ഞേ? അടി വേണമെന്നോ? അടി വേണ്ട. എടാ അമ്മക്ക് താട പ്ലീസ്, അമ്മേൻ്റെ അല്ലേ അത്?